വിനയിച്ച രൂപത്തെ നടുക്ക് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് നടുവിനയച്ചം എന്ന് വിളിക്കുന്നത്. വിനയിച്ച രൂപത്തെ നടുക്ക് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നത് നടുവിനയച്ചം. ഉദാഹരണം കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഞാൻ നേരത്തെ സിനിമ കാണാൻ പോയി എന്നൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സിനിമ കാണുക ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ ഇന്നലെ ഒരു സിനിമ കാണുക ഉണ്ടായി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ മലയാളത്തിലാണെങ്കിൽ ഞാൻ എന്തേ പറയുള്ളൂ? ഞാൻ ഇന്നലെ സിനിമ കണ്ട കാര്യം നിങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുകയാണ്. ഞാൻ എന്തേ പറയൂ? ഞാൻ ഇന്നൊരു സിനിമ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു എന്നേ പറയൂ. ആ സ്ഥാനത്താണ് ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇന്നലെ ഒരു സിനിമ കാണുക ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? കാണുക എന്നുള്ള ക്രിയയെ നടുക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിഭജിച്ച് പറഞ്ഞത്. ശരിക്കും എന്ത് പറഞ്ഞാൽ മതി? കണ്ടു എന്ന് പറഞ്ഞാൽ മതി. കണ്ടു എന്നുള്ള ക്രിയയെ രണ്ടായി മുറിക്കുമ്പോഴാണ് കാണുക വേറെ ഉണ്ടായി വേറെ രണ്ടായിട്ട് മുറിയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വിനയിച്ച രൂപത്തെ നടുക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നടുവിനയച്ചം എന്ന് വിളിക്കുന്നത്. മറ്റൊരുദാഹരണം നോക്കൂ. ഉദാഹരണം ഇതാണ്. പാട്ട് കേൾക്കുക ഉണ്ടായി. പാട്ട് കേൾക്കുക ഉണ്ടായി. നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എന്ത് പറഞ്ഞാൽ മതി? പാട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാ പാട്ട് കേൾക്കുക ഉണ്ടായി എന്ന് പറയുന്നത്? കേൾക്കുക എന്ന ക്രിയാപദത്തെ നടുക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ് അങ്ങനെ നടുക്ക് വരുത്തുന്നത്? നടുവിനയച്ചമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്ന മറുപടി. അതായത് പ്രാചീന മലയാള കൃതികൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോ കുന്തലതയോ, മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലാണ് ഇന്ദുലേഖ. ഈ പറയുന്ന നോവലുകൾ പരിശോധിക്കുമ്പോൾ നമ്പൂതിരിമാർ സംസാരിക്കുന്ന ഭാഷയിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായിരിക്കും? നടുവിനയച്ച രൂപങ്ങളായിരിക്കും. ഒരു കാലം വരെ ഭാഷയുടെ ആഢ്യത്യ സ്വഭാവം നിർവചിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിനെ നിർണയിച്ചിരുന്നത് എന്തായിരുന്നു? നടുവിനയച്ച രൂപങ്ങളായിരുന്നു. പക്ഷേ ഇന്നത്തെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നടുവിനയച്ച രൂപങ്ങൾ കൃത്രിമ പ്രയോഗങ്ങളാണ്. നടുവിനയച്ചങ്ങൾ നമുക്ക് എവിടെ മാത്രമേ കാണാൻ സാധിക്കൂ? പ്രാചീന മലയാളത്തിൽ മാത്രമാണ് നടുവിനയച്ച രൂപങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ PSC പരീക്ഷയിൽ നടുവിനയച്ചത്തിൽ നിന്നും എന്ത് വന്നിട്ടില്ല? ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നടുവിനയച്ചത്തിൽ നിന്നും ചോദ്യം ചോദിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ സിലബസിൽ ക്രിയാവിശേഷണം എന്ന് PSC സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? വിനയച്ചത്തിന്റെ 5 ഉൾപ്പിരിവും നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതേവരെ സിലബസിൽ ചോദിച്ചിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറെയും ചില രൂപങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇപ്പോ ഒരു ഉദാഹരണം നോക്കാം. ഒരു പ്രയോഗം നോക്കൂ. അങ്ങനെ ചെയ്യ വേണം എന്നുള്ളതാണ് പ്രയോഗം. അങ്ങനെ ചെയ്യ വേണം. എന്തു പറഞ്ഞാൽ മതി? അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയാകും. അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതിയാകും. അതിന്റെ സ്ഥാനത്താണ് ചെയ്യ എന്ന വാക്കിനെ വേറെയും വേണം എന്ന വാക്കിനെ വേറെയായിട്ടും പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്? ചെയ്യ എന്ന ക്രിയാപദത്തെ നടുക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നടുവിനയച്ച രൂപമാക്കുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊരുദാഹരണം നോക്കൂ. അങ്ങനെ പറക വയ്യ എന്നൊരു ഉദാഹരണം. അങ്ങനെ പറക വയ്യ. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അങ്ങനെ പറയില്ല എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. പറയില്ല എന്ന ഒറ്റ പദമായിട്ട് പറയുന്നതിന് പകരം പറക എന്ന വാക്ക് വേറെയും വയ്യ എന്ന വാക്ക് വേറെയുമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിയാപദത്തെ നടുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? നടുവിനയച്ചം എന്ന് വിളിക്കുന്നത്. എന്താണ് നടുവിനയച്ചം? വിനയച്ചത്തെ നടുക്ക് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നത് നടുവിനയച്ചം. എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? അങ്ങനെ ചെയ്യ വയ്യ, ആ എന്ന ശബ്ദം ചേരുന്നു. പിന്നെ അങ്ങനെ പറക വയ്യ, കാ പ്രത്യയം ചേരുന്നു. സിനിമ കാണുക ഉണ്ടായി,
പാട്ട് കേൾക്കുക ഉണ്ടായി. ഉകാപ്രത്യയം വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ക്രിയാപദം, നടുക്ക് വരുന്ന ക്രിയാപദത്തോടൊപ്പം ആയല്ലെങ്കിൽ കായല്ലെങ്കിൽ ഉകാപ്രത്യയമാണ് ചേരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നടുവിനയച്ചം എന്ന് വിളിക്കുന്നത്. അവസാനമായിട്ട് ഒരു വിനയച്ചം കൂടി, പാക്ഷിക വിനയച്ചം. വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്താണ് പക്ഷം എന്ന വാക്കിന്റെ അർത്ഥം? പക്ഷം ഒരു ഭാഗം എന്ന അർത്ഥത്തെ കവിഞ്ഞ് പക്ഷം എന്ന വാക്ക് വേറൊരു അർത്ഥത്തിലും നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. എപ്പോഴാണ്? നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇതായിരിക്കും ഫലം എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട്. നീ അങ്ങനെ ചെയ്യുന്ന പക്ഷം ഇതായിരിക്കും ഫലം, അതായത് നീ അങ്ങനെ ചെയ്താൽ ഇതാണ് ഫലം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. ഉദാഹരണം കാണുമ്പോൾ വ്യക്തമാകും. ഒരു പ്രയോഗമാണ് പഠിച്ചാൽ ജയിക്കാം എന്നൊരു പ്രയോഗം. പഠിച്ചാൽ ജയിക്കാം. ഇവിടെ എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്? പഠിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്താണ്? എനിക്ക് ജയിക്കാൻ സാധിക്കും. അപ്പൊ എന്താണ് പാക്ഷിക വിനയച്ചം? ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ റിസൾട്ട് മറ്റൊന്നായിരിക്കും എന്നുള്ള അർത്ഥം വരുന്ന വിനയച്ചമാണ് ഏത്? പാക്ഷിക വിനയച്ചം. ഒരു പ്രവൃത്തി ചെയ്താൽ റിസൾട്ട് മറ്റൊന്ന്. പഠിച്ചാൽ ജയിക്കാം. അതുപോലെ പറയുകയാണ്, വന്നാൽ കാണാം എന്നൊരു ഉദാഹരണം. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പരസ്പരം കാണാം. വരിക എന്നുള്ള പ്രവൃത്തി ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്താണ്? പരസ്പരം കാണാം എന്നുള്ളതാണ്. ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ റിസൾട്ട് മറ്റൊന്ന്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പാക്ഷിക വിനയച്ചം എന്ന് വിളിക്കുന്നത്. പാക്ഷിക വിനയച്ചത്തെ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? ആൽ എന്ന ശബ്ദമാണ് വിശേഷണത്തിന്റെ കൂടെ വന്നിരിക്കുന്നതെങ്കിൽ അതാരായിരിക്കും? പാക്ഷിക വിനയച്ചമായിരിക്കും. സാധാരണഗതിയിൽ പാക്ഷിക വിനയച്ചത്തിന് ഒരൊറ്റ പ്രത്യയം മാത്രമേ ഉള്ളൂ. ഏത് പ്രത്യയം മാത്രം? ആൽ പ്രത്യയം മാത്രമാണ് പാക്ഷിക വിനയച്ചത്തിന്റെ പ്രത്യയമായിട്ട് പ്രയോഗിക്കാറുള്ളത്. പക്ഷേ കവിതകളിലേക്ക് കടക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. വളരെ പ്രസിദ്ധമായ കവിതയാണ് ഇത്. ഏത് കവിതയാണ്? ഈ കവിത അറിയപ്പെടുന്നത് മലയാളത്തിന്റെ പ്രേമോപനിഷത്ത് എന്നറിയപ്പെടുന്ന കവിതയാണ്. ഏത് കവിതയാണ്? ഉത്തരം പ്രേമസംഗീതമാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിതയിലെ വരിയാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കവിതയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം എന്നാരംഭിക്കുന്ന പ്രേമസംഗീതത്തിന്റെ ഇടയിൽ വരുന്ന കുറച്ച് വരികളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ആ ഉദാഹരണങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂ.